My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 230ാമത്തെ എപ്പിസോഡിൽ കാലി ആഴ്സനിക്കോസം എന്ന അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കാലി ആഴ്സിൻ്റെ ലക്ഷണങ്ങളുടെ ധാരാളിത്തം അല്ല സമൃദ്ധി നമ്മൾ കണ്ടു. അതിൻ്റെ തന്നെ ഒരു തുടർച്ചയാണ് ഇവിടെയും കാണുന്നത്. വിശേഷം ത്വക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇതിലില്ലാത്ത വേറെന്ത് ലക്ഷണമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. ത്വക്കിലെ അർബുദം അടക്കം, സ്കിൻ ക്യാൻസർ അടക്കം നിരവധി പ്രശ്നങ്ങളാണ് ഇതിലുള്ളത്. അതുപോലെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, പനി, കുളിര്, അതിൻ്റെ വളരെ സവിശേഷമായ കോമ്പിനേഷൻസ്, ഇടവിട്ട് വരുന്ന പനി, അങ്ങനെ ധാരാളം പ്രയോഗസാധ്യതയുള്ള വിവരണങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കേൾക്കാം. കോൾഡ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, കോൾഡ് ഫീറ്റ് ഈവനിങ് ഇൻ ബെഡ്. പൊതുവെ തണുപ്പാണ് ഈ ഔഷധം. കൈകളും കാലുകളും തണുത്തിരിക്കുന്നു, കിടക്കാൻ സമയത്ത് കാല് തണുത്തിരിക്കുന്നു. കോൾഡ് എക്സ്ട്രീമിറ്റീസ് ഡ്യൂറിങ് ഫീവർ, പനിയുടെ സമയത്ത് പൊതുവെ ചൂടാണ് കാണുന്നത്. പക്ഷേ കാലി ആഴ്സിൽ പനിയുടെ സമയത്ത് കൈകാലുകൾ തണുത്തിരിക്കാം. Knees bent up by muscular contractions, so he could not move his feet. അപ്പോൾ പേശികളുടെ വലിവുകൊണ്ട് മുട്ട് വളഞ്ഞിരിക്കും, അതുകൊണ്ട് ആൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ. കോൺസ് ഓൺ ദ പാംസ് ആൻഡ് സോൾസ്, കൈവെള്ളയിലും കാലുവെള്ളയിലും ആണി രോഗം നമ്മൾ പറയില്ലേ, അതുപോലെ തഴമ്പ് വളർന്നിട്ട് കോൺസ് ഉണ്ടാകുന്നു. ഇപ്പോൾ കൈകളിലും വരാം. കാലുകളിലാണ് സാധാരണ വരുന്നത്, നടക്കാൻ വലിയ പ്രയാസമായിരിക്കും. കൈകളിൽ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ജോലി ചെയ്യാനൊക്കെ വലിയ പാടാം. അർഷസിൻ്റെയും മറ്റുമൊക്കെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ലൈംഗിക രോഗങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ, വ്യാജ വൈദ്യന്മാർക്ക് വളരെയധികം കൊയ്ത്ത് നടത്താൻ പറ്റിയൊരു രംഗമാണത്. പണ്ടൊക്കെ പത്രങ്ങളിൽ നിരവധി പരസ്യങ്ങൾ കാണാം ആണിരോഗം സുഖപ്പെടുത്താനുള്ള ചികിത്സകൾ. ക്രാംസ് ഇൻ ദ തൈ ആൻഡ് കാഫ്, വലിച്ചുകോച്ചൽ, തുടയിലും മറ്റുമൊക്കെ വലിച്ചുകോച്ചൽ. ബ്ലൂനെസ് ഓഫ് ദ നെയിൽസ് ഡ്യൂറിങ് ചിൽ, കുളിരും പനിയൊക്കെ വരുന്ന സമയത്ത് നഖം നീലച്ചു പോകുന്ന അവസ്ഥ. അത് പലരെയും ഭയപ്പെടുന്നൊരവസ്ഥയാണ്. നമ്മൾ പല ഔഷധങ്ങളുണ്ട്, ഞാൻ ചിലർ കണ്ടിട്ടുണ്ട്. ഹോമിയോപ്പതിയിലൂടെ വളരെ എളുപ്പം മാറിപ്പോവുകയും ചെയ്യുന്നു. കാലി ആഴ്സിലും ആ ഒരു ലക്ഷണമുണ്ട്. ഹെർപ്പസ് ഓൺ ദ ഷോൾഡേഴ്സ്, ഭുജങ്ങളിൽ ചൊറി, വരട്ടി ചൊറിയൊക്കെ മാതിരി. പിമ്പിൾസ് ആൻഡ് വെസൈക്കിൾസ് ഓൺ എക്സ്ട്രീമിറ്റീസ്, കൈകാലുകളിൽ കുരുക്കൾ, പോളൻ. ഇനി അങ്ങോട്ട് പറഞ്ഞു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ തൊലിയുമായിട്ട് ബന്ധപ്പെട്ട് വേറെന്ത് ലക്ഷണമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. വെസൈക്കിൾ ഓൺ ദ സോൾസ്, എസ്കോറിയേഷൻ ബിറ്റ്വീൻ ദ തൈസ്, തുടകൾക്കിടയിൽ തൊലി പോയിട്ട് ചൊറിച്ചിലും വേദനയൊക്കെ. ഫോർമിക്കേഷൻ ഓഫ് ദ ലിംസ്, ബേണിംഗ് ഹീറ്റ് ഓഫ് ഫീറ്റ്, കാലുകളിൽ പൊള്ളൽ, കൈകാലുകളിൽ കുരുക്കൾ, പരുക്കൾ. ഹെവിനെസ് ഓഫ് ലോവർ ലിംസ്, കാലുകളിൽ ഭാരം. ഇൻസെൻസിബിലിറ്റി ഓഫ് ദ ഫിംഗേഴ്സ്, വിരലുകളിൽ ഒരു സംവേദനക്ഷമതയില്ല, തൊട്ടാൽ സ്പർശനം അറിയാത്തൊരവസ്ഥ. ഇച്ചിങ് ഓഫ് ഹാൻഡ്സ്, കൈകളിൽ ചൊറിച്ചിൽ, ലോവർ ലിംസിൽ, ഫീറ്റിൽ ഒക്കെ ഉണ്ട്. നംബ്നെസ് ഓഫ് ദ എക്സ്ട്രീമിറ്റീസ്, മരവിച്ച മാതിരി കൈകാലുകൾ. ഹാൻഡ്സ്, ഫിംഗേഴ്സ്, ഫീറ്റ്. റൊമാറ്റിക് ആൻഡ് ന്യൂറാൾജിക് പെയിൻസ് ഇൻ ദ ലിംസ് ഡ്യൂറിങ് ചിൽ ഇൻ കോൾഡ് എയർ, അമീൽറബേറ്റ് ഹീറ്റ്. തണുപ്പിൽ കുളിരുള്ള സമയത്ത് തണുത്ത വായിലാകുമ്പോൾ ലിംസിൽ വാദസംബന്ധമായ വേദന, നാഡീസംബന്ധമായ വേദന. ചൂട് പിടിച്ചാൽ അതിന് ശമനം കിട്ടും. കാലി ആഴ്സിൻ്റെ പ്രധാനപ്പെട്ടൊരു മൊഡാലിറ്റി. ഏക്കിങ് ഇൻ ദ ഷോൾഡർ, ഭുജങ്ങളിൽ വേദന. ഇത് പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്, ഭുജങ്ങളിലെ ഷോൾഡറിലെ വേദന. സിയാറ്റിക്ക എക്സ്റ്റെൻഡിങ് ഡൗൺവേർഡ്സ്, ആ ഒരു നാഡിയിൽ, പ്രധാനപ്പെട്ട സിയാറ്റിക് നാഡിയിൽ വേദന താഴേക്ക്. പെയിൻ ഇൻ ഹിപ്സ്, തൈസ്, നീസ് ആൻഡ് ലെഗ്സ്, നടുവിന്, ഇടുപ്പിന്, തുടയിൽ, മുട്ടുകൾക്ക്, കാലുകളിലൊക്കെ വേദന. പെയിൻ ഇൻ ദ നീ ആസ് ഇഫ് ബ്രൂയിസ്ഡ്, മുട്ടുകാലിൽ ചതവോ മറ്റൊക്കെ ഉണ്ടായ പോലുള്ളതൊരു വേദന. ബേണിംഗ് ഇൻ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ്, ഫീറ്റ് ആൻഡ് സോൾസ്, കൈകളിൽ, വിരലുകളിൽ, കാലുകളിൽ, കാൽവിളയിലൊക്കെ പൊള്ളൽ. ഡ്രോയിങ് ഇൻ ലോവർ ലിംസ്, നീസ്, ടിബിയ ആൻഡ് ഫീറ്റ്, കാലുകളിൽ
മുട്ടിൽ, തുടയുള്ള പിന്നിലെ പേശികളിൽ ഒക്കെ വലിച്ചു കോച്ചിൽ വലിക്കുന്ന മാതിരിയുള്ള വേദന. സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ദ ലിംസ് വെൻ ദ ലെഗ്സ് ആർ കോൾഡ്, എസ്പെഷ്യലി നീ, ഫുട്ട് ആൻഡ് ഹീൽ. കാലുകൾ തണുത്തിരിക്കുമ്പോൾ ലിംസിൽ വേദന കൂടുതലും മുട്ടിലും കാലിലും കാൽപാദത്തിലും ഉപ്പൂറ്റിയിലുമൊക്കെയാണ്. ടിയറിംഗ് പെയിൻ ഇൻ ഷോൾഡേഴ്സ്, അപ്പർ ആംസ്, എൽബോസ്, റിസ്റ്റ്, ഹാൻഡ് ആൻഡ് ഫിംഗേഴ്സ്, ഓൾസോ ഇൻ ഹിപ്പ്, തൈ, ലെഗ് ആൻഡ് ഫുട്ട്. ചുരുക്കി പറഞ്ഞാൽ എക്സ്ട്രീമിറ്റീസിലെല്ലാം പലതരം വേദനകളും പൊള്ളലും ചൊറിച്ചിലും റാഷസും സ്കോറിയേഷനും ഒക്കെ ഉണ്ട്. പെർസ്പിറേഷൻ ഓഫ് ഫീറ്റ്, കാലുകളിൽ വിയർക്കുന്നു. റെസ്റ്റ്ലെസ്നെസ് ഓഫ് ദ ലോവർ ലിംസ്, കാലുകളിൽ അസ്വസ്ഥത, കാലുകൾ അനക്കാതെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. സ്റ്റിഫ്നെസ് ഓഫ് നീസ്, മുട്ടുകൾ ഉറച്ചു പോകുന്നു, മടക്കാൻ പറ്റാതെ അനക്കാൻ പറ്റാതെ. ഡ്രോപ്സിക് സ്വെല്ലിംഗ് ഓഫ് ഹാൻഡ്സ് ആൻഡ് നീസ്, ലെഗ്സ് ആൻഡ് ഫീറ്റ്, കൈകളിൽ, മുട്ടിൽ, കാലുകളിൽ, കാൽപാദങ്ങളിലൊക്കെ നീര് കെട്ടി വീർത്തിരിക്കുന്നു. ടെൻഷൻ ഇൻ ദ ഹോൾ ഓഫ് നീ ആൻഡ് ഹാംസ്ട്രിങ്സ്, മുട്ടിൻ്റെ പിൻഭാഗത്ത്, തുടയുടെ പിന്നിൽ പേശികളിലൊക്കെ വലിവ്. ട്രംബ്ലിംഗ് ലിംസ്, കാലുകൾ വിറക്കൽ, കൈകാലുകൾ വിറക്കൽ. ടിച്ചിങ് ഇൻ ദ തൈസ്, തുടകൾ വലിച്ചു കോച്ചൽ. അൺകൺട്രോളബിൾ മോഷൻസ്. അൾസേഴ്സ് ഓൺ ദ ലെഗ്സ്, കാലുകളിൽ വ്രണങ്ങൾ. വെരിക്കോസ് വെയിൻ ഓൺ ലോവർ ലിംസ്, കാലുകളിൽ വെരിക്കോസ് വെയിൻ. വീക്ക്നെസ് ഓഫ് ഓൾ ലിംസ്, എല്ലാ കൈകാലുകളിലെല്ലാം ക്ഷീണം. ഗ്രേറ്റ് ആൻഡ് ലോവർ ലിംസ്, താഴെ കാൽഭാഗത്തിലാണ്, കാലുകളിലാണ് തളർച്ച കൂടുതൽ. ദ സ്ലീപ്പ് ഈസ് മച്ച് ഡിസ്റ്റർബ്ഡ് ബൈ ഡ്രീംസ്, അമോറസ്, ആങ്ഷ്യസ്, ഓഫ് ദ ഡെഡ്, ഓഫ് ഡെത്ത്, ഫാന്റാസ്റ്റിക് ഡ്രീംസ്, ഓഫ് ഫയർ, ഫ്രൈറ്റ്ഫുൾ, മിസ്ഫോർച്യൂൺ, നൈറ്റ്മെയർ, വിവിഡ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തരം സ്വപ്നങ്ങളും, ദുസ്വപ്നങ്ങളുടെ ഒരു സമൃദ്ധി എല്ലാ തരത്തിലുമുണ്ട്. ഈ സ്വപ്നങ്ങൾ കാരണം ഉറക്കമാകെ അസ്വസ്ഥമാകുന്നു. ദ സ്ലീപ്പ് ഈസ് റെസ്റ്റ്ലെസ്, ഹി ടോസസ് ആൻഡ് ടേൺസ് ഓൾ നൈറ്റ്. അപ്പോൾ അസ്വസ്ഥമായ ഉറക്കമാണ്, തിരികെയും മറിയുകയും ചാടുകയും ഒക്കെ ചെയ്യും. സ്ലീപ്പിനെസ് ആഫ്റ്റർനൂൺ ആൻഡ് ഈവനിങ്, ഉച്ചകഴിഞ്ഞും സായാഹ്നത്തിലും ഉറക്കം വരും. രാത്രിയിൽ ഉറക്കമില്ലായ്മ, ഉച്ചകഴിഞ്ഞും സായാഹ്നത്തിലും സന്ധ്യാസമയത്തുമൊക്കെ ഉറക്കം വരും. സ്ലീപ്ലെസ് ബിഫോർ മിഡ് നൈറ്റ് ബട്ട് വേഴ്സ് ആഫ്റ്റർ മിഡ് നൈറ്റ്. അർദ്ധരാത്രിക്ക് മുമ്പും പിമ്പും ഉറക്കമില്ലായ്മയുണ്ട്, പക്ഷേ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഉറക്കമില്ലായ്മ കൂടുതലാകുന്നത്. സ്ലീപ്പിനെസ് ബട്ട് കനോട്ട് സ്ലീപ്പ്, ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. നിരവധി പേര് പറയുന്നൊരവസ്ഥയാണ്. ഉറക്കം വരുന്നുണ്ട് പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കത്തിലേക്ക് വീണു പോകുന്നില്ല. ഇഫ് യു വേക്കൻസ് കനോട്ട് സ്ലീപ്പ് അഗെയിൻ, രാത്രി അങ്ങനെ ഉണർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ല. വേക്കൻസ് ഏർലി ആൻഡ് കനോട്ട് സ്ലീപ്പ് അഗെയിൻ, അപ്പോൾ ഒരു അർദ്ധരാത്രി കഴിഞ്ഞൊരു 3 മണിയൊക്കെ കഴിയുമ്പോൾ ഉണരുന്നു, പിന്നെ ഉറക്കമില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ കോൾഡ്നെസ് ഈസ് എ മാർക്ക്ഡ് ഫീച്ചർ ഓഫ് ദിസ് റെമഡി. തണുപ്പ് നമ്മൾ കണ്ടതാണ്, തുടക്കം വരെ കാണുന്നതാണ്. അയാളുടെ ആ വ്യക്തിത്വ ഘടനയിൽ തന്നെ ആ ഒരു തണുപ്പൻ മട്ട് ഉണ്ട്. ഇറ്റ് ഹാസ് ഇന്റർമീഡിയറ്റ് ഫീവർ വിത്ത് ചിൽ, ഫീവർ ആൻഡ് സ്വെറ്റ്. അപ്പോൾ ഇടയ്ക്കിട്ട് വിട്ടുവരുന്ന പനിയും, കുളിരും പനിയും, സാധാരണ പനിയും. ഫീവർ ആൻഡ് സ്വെറ്റ്, പനിയുടെ സമയത്ത് വിയർപ്പ്. ദ ചിൽ മേ കം അറ്റ് എനി ടൈം ബട്ട് മോസ്റ്റ് ലൈക്ലി ഇൻ ദ ആഫ്റ്റർനൂൺ. ഈ കുളിരും വിറയലും ഒക്കെ എപ്പോഴെങ്കിലും വരാം, പക്ഷേ ഉച്ചകഴിഞ്ഞാണ് സാധാരണയായിട്ട് വരുന്നത്. ചില്ലിനെസ് ഫ്രം ഡ്രിങ്കിങ് കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം കുടിക്കുന്നതുകൊണ്ട് ആകെ കുളിര്. ഫ്രം വാക്കിംഗ് ഇൻ ഓപ്പൺ എയർ, തുറസായ വായിൽ നടക്കുന്നതുകൊണ്ട് കുളിര്. ആൻഡ് ഫ്രം മോഷൻ, ചലനം കൊണ്ടും ഈ കുളിരുണ്ടാകാം. ദ പീരിയോഡിസിറ്റി ഈസ് നോട്ട് വെരി റെഗുലർ, ഇറ്റ് ഹാസ് ചിൽ വിത്ത് പെർസ്പിറേഷൻ. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കുളിരിൻ്റെയും പനിയുടെയൊക്കെ പീരിയോഡിസിറ്റി അത്രക്ക് ക്രമത്തിലല്ല. 1-2 ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം അങ്ങനെയൊക്കെ പലതരത്തിൽ വരാം. ചിൽ വിത്ത് പെർസ്പിറേഷൻ, അതൊരു അസാധാരണമാണ്. കുളിരും അതിനോടൊപ്പം വിയർപ്പും. ഇങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്, കുളിരും വിയർപ്പും. കരിയാഴ്സ് ആയിരുന്നില്ല, മറ്റൊരു ഔഷധത്തിൻ്റെ ചികിത്സ കൊണ്ട് അത് മാറിപ്പോയി. ദ പാരാക്സിസം മേ ബി ഡെയിലി, ടെർഷ്യൻ ഓർ കോർട്ടിയൻ. അപ്പോൾ ഈ ഇടവിട്ടുള്ള വരവിലും 3-ാം ദിവസമാകാം, ഇടവിട്ടുള്ള ദിവസമാകാം, 4-ാം ദിവസമൊക്കെ ആകാം. ഇറ്റ്സ് എ വയലന്റ് ഷേക്കിംഗ് ചിൽ. ഈ കുളിർ വരുമ്പോൾ, കുളിരും പനി വരുമ്പോഴേക്കും വിറച്ച് തുള്ളിപ്പോവും, വല്ലാതെ വിറച്ചു പോകുന്നൊരവസ്ഥ, മലേറിയയിലൊക്കെ വരുന്ന മാതിരി. ദ ടൈം മോസ്റ്റ് കോമൺ ഈസ് 4 PM, 8 PM ആൻഡ് 1 PM. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന, ആകെ ഇങ്ങനെ ആളെ കുലുക്കിക്കളയുന്ന ആ ഒരു കുളിര് വരുന്നത് സായാഹ്നത്തിൽ 4 മണിക്ക്, 8 മണിക്ക്, ഉച്ചകഴിഞ്ഞ് 1 മണിക്ക്. വാം റൂം അമീറൈസ് ദ ചിൽ,
ചൂടുള്ള മുറിയിൽ ഈ കുളിരിന് കുറവുണ്ടാവും. ദിസ് റെമഡി ഹാസ് ഫീവർ വിത്ത് ചില്ലിനെസ്. അപ്പോൾ കുളിരും പനിയുമായിട്ട് വരാം, പനി മാത്രമായിട്ട് വരാം. അങ്ങനെ ഫീവർ വിത്തൗട്ട് ചില്ല് എന്ന് പറയാൻ കാരണം ഇത് ഇയാളുടെ പൊതുവെ ഒരു തണുപ്പനാണ്, പൊതുവേ കുളിരാണ് ഇയാൾക്കുള്ളത്, കുളിരും പനിയൊക്കെ ഉള്ളത്. പക്ഷേ കുളിരില്ലാതെയുള്ള പനിയും കാലി ആർട്സിൽ വരാം. അത് കണ്ടാൽ അത് കാലി ആർട്സ് അല്ല എന്ന് ധരിക്കരുത് എന്നാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത്. ഡ്രൈ എക്സ്റ്റേണൽ ഹീറ്റ്, വിയർപ്പില്ലാത്ത പുറമേയുള്ള ചൂട്. ഫ്ലഷസ് ഓഫ് ഹീറ്റ്, ചുട്ടുനീറ്റൽ എന്നൊക്കെ പറയില്ലേ. ഇറ്റ് ഹാസ് ബീൻ ഹെൽപ്ഫുൾ ഇൻ ഹെക്ടിക് ഫീവർ, പെട്ടെന്ന് ഫ്ലക്ച്വേഷൻ വരുന്ന പനി, പെട്ടെന്ന് പനി വരുന്നു കുറയുന്നു. ഹെക്ടിക് ഫീവറിൽ വളരെയധികം ഉപകരിക്കും കാലി ആർട്സ്. ദ ഹീറ്റ് ഈസ് ഇൻറ്റൻസ്, അപ്പോൾ വരുന്ന ചൂട് വല്ലാതെ ശക്തമായിരിക്കും. ഇറ്റ് ഹാസ് ഇന്റേണൽ ഹീറ്റ് വിത്ത് എക്സ്റ്റേണൽ ചിൽ, അകത്ത് ചൂടും പുറത്ത് കുളിരും. അതൊക്കെ അസാധാരണമായ അവസ്ഥകളാണ്. ദ പെർസ്പിറേഷൻ ഈസ് ഓഫൻ ആബ്സെന്റ്, പലപ്പോഴും വിയർപ്പുണ്ടാവില്ല. വിയർപ്പുണ്ടാകുന്നതാണ് ഇതിൽ അസാധാരണം. ഇറ്റ് ഈസ് എ വെരി യൂസ്ഫുൾ റെമഡി ഇൻ ക്രോണിക് ഇന്റർമീഡിയറ്റ് ഫീവർ, പഴയ ഇടവിട്ട് വരുന്ന പനിയിൽ കാലി ആർട്സ് വളരെയധികം ഉപകരിക്കും. ഹി സ്വെറ്റ്സ് കോപ്പിയസ്ലി അറ്റ് നൈറ്റ് ഫ്രം ഗ്രേറ്റ് വീക്ക്നെസ് ആസ് വെൽ ആസ് ഫ്രം ഫീവർ, രാത്രി വല്ലാത്ത ക്ഷീണത്തോടുകൂടിയും പനിയോടുകൂടിയും വല്ലാത്ത വിയർപ്പും ഉണ്ടാകാം. ഹി സ്വെറ്റ്സ് വൈൽ ഈറ്റിംഗ്, ആഹാരം കഴിക്കുമ്പോൾ വിയർക്കുന്നു. ഫ്രം സ്ലൈറ്റ് എക്സേർഷൻ ആൻഡ് ഫ്രം മോഷൻ, ചെറിയൊരു അധ്വാനം കൊണ്ടും ചലനം കൊണ്ടുമൊക്കെ വിയർപ്പ് വരും. ഈ സിംറ്റംസിൻ്റെ സമൃദ്ധി എന്ന് പറയാൻ കാരണം ഇതാ, എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്ന എല്ലാ തരത്തിലുമുള്ള ലക്ഷണങ്ങൾ വരും. ഈ സ്വെറ്റ്സ് ഡ്യൂറിങ് സ്ലീപ്പ് ഓൾസോ, ഉറക്കത്തിലും വിയർപ്പും. ദ സ്വെറ്റ് ഈസ് കോൾഡ് ആൻഡ് ഒഫൻസീവ്, ഈ വിയർപ്പ് പലപ്പോഴും തണുത്ത വിയർപ്പാണ്, ദുർഗന്ധമുള്ളതാണ്. When the sweat has been suppressed from entering a cold damp room or cellar, complaints come on much like this remedy. ഈ മരുന്നിൻ്റെ പൊതു സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഒരു തണുത്ത ഈർപ്പമുള്ള മുറിയിലേക്ക് സെല്ലാർ, പഴയ അറ, ഭൂമിയുടെ അടിയൊക്കെ ഉള്ള അറ, തണുപ്പ് രാജ്യങ്ങളിലൊക്കെ മഞ്ഞുകാലത്തേക്ക് ഭക്ഷണ വസ്തുക്കളൊക്കെ ശേഖരിക്കാൻ അറകളുണ്ടാവും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ വീടിലും അറയുണ്ടായിരുന്നു, വലിയ വീടുകളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സെല്ലാറിൽ, അതേപോലെ വീഞ്ഞൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം, അപ്പോൾ അവിടെ എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ടൊക്കെ പ്രവേശിക്കുമ്പോൾ, ഈ വിയർപ്പുള്ള അവസ്ഥയിൽ പ്രവേശിക്കുമ്പോൾ വിയർപ്പ് സപ്രസ് ചെയ്യപ്പെട്ടിട്ട് ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾ, അതോടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങും. ദർ ആർ ബേണിംഗ് സ്പോട്ട്സ്, പൊള്ളുന്ന ഓരോ ബിന്ദുക്കളിലായിട്ട് പൊള്ളല്. ആൻഡ് ദ സ്കിൻ ബേൺസ് ആഫ്റ്റർ സ്ക്രാച്ചിങ്, ചൊറിഞ്ഞു കഴിഞ്ഞാൽ പൊള്ളല്. ഇറ്റ്സ് എൻ എക്സലന്റ് റെമഡി ടു ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് ദ സ്പ്രെഡ് ഓഫ് മാലിഗ്നന്റ് ഡിസീസ് ആസ് സോ ഓഫൺ ദ സിംറ്റംസ് ആർ ഫൗണ്ട് ഇൻ ദിസ് റെമഡി. അപ്പോൾ സ്കിന്നിനെ കുറിച്ച് പറയുമ്പോൾ, തൊലിയുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഈ മാലിഗ്നന്റ് ഡിസീസ് എന്ന് പറയുമ്പോൾ മിക്കവാറും അത് ത്വക്കിലെ അർബുദമാകാനാണ് സാധ്യത. അതിൻ്റെ കാരണം പറയുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കാലി ആർട്സിൽ കാണുന്നു എന്നുള്ളതാണ്. ദ സ്കിൻ ഈസ് കോൾഡ്, തൊലി തണുത്തിരിക്കുന്നു. ഡിസ്കമേഷൻ, തൊലി വിട്ടുപോകലുണ്ട്. വിത്ത് ഓർ വിത്തൗട്ട് എറപ്ഷൻസ്, ഒരു പരുക്കൾ വന്നിട്ടോ വരാതെയോ തൊലി അടർന്നു പോകുന്ന അവസ്ഥയുണ്ട്. പെയിൽ വാക്സി സ്കിൻ ഓർ യെല്ലോ സ്കിൻ, മഞ്ഞ വിളറിയ തൊലി. ലിവർ സ്പോട്ട്സ്, റെഡ് സ്പോട്ട്സ് ആൻഡ് യെല്ലോ സ്പോട്ട്സ്, കരളിൻ്റെ നിറത്തിലുള്ള, അത് ബ്രൗണിഷ് കളറിലുള്ളത്, ചുവപ്പ് നിറത്തിൽ, മഞ്ഞ നിറത്തിലുള്ള സ്പോട്ട്സ് വരാം. ദ സ്കിൻ ഈസ് ഡ്രൈ ആൻഡ് ബേണിംഗ്, വരണ്ട പൊള്ളുന്ന തൊലി. ഇന്നബിലിറ്റി ടു പെർസ്പയർ, വിയർക്കാനുള്ള കഴിവില്ലായ്മ. നമ്മൾ വളരെ നിസ്സാരമായിട്ട് തോന്നും, വിയർക്കാൻ കഴിവില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാനിത് വായിച്ചപ്പോൾ, ഇത് മറ്റു പല ഔഷധങ്ങളിലും ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ പഠിച്ചതാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഔഷധത്തിൽ. 12 മണിയാകുമ്പോൾ ക്ലാസ്സിൽ നിന്ന് ചോദിക്കാനും വേണ്ട പോയിട്ട് ഞങ്ങൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ അതിർത്തിയിൽ അതിൻ്റെ പുറത്തായിട്ടൊരു കുളമുണ്ട്. ആ കുളത്തിൽ പോയി കഴുത്ത് വരെ മുങ്ങിക്കിടക്കും. കാരണം അയാൾക്ക് വിയർക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ചില മൃഗങ്ങളൊക്കെ ഇല്ലേ, ആന, എരുമ, പോത്ത് വെള്ളത്തിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥ. രോമകൂപങ്ങൾ ഇല്ല, ശരീരത്തിൽ രോമമില്ല, മുടി വളരെ കുറച്ച് മുടിയേ ഉള്ളൂ. അപ്പം അത് അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ കേസ് അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അയാളുടെ ജ്യേഷ്ഠനും ആ അവസ്ഥ തന്നെയായിരുന്നു. അവർ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു. പക്ഷേ ഈ ഒരു സാമൂഹിക പ്രശ്നങ്ങൾ, സോഷ്യൽ സ്റ്റിഗ്മ കാരണം രണ്ടുപേരും മദ്യത്തിനടിമയായിപ്പോയി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതേപോലെ വിയർക്കാത്ത വേറൊരു പേഷ്യൻറ്റിന് ഞാൻ കോഴിക്കോട് താമസിക്കുമ്പോൾ കണ്ടുമുട്ടിയായിരുന്നു. അപ്പോൾ ഈ ആൾ വേറെ പല പ്രശ്നങ്ങൾ അയാൾക്കുണ്ട്, പക്ഷേ രോമമൊക്കെ ശരീരത്തിൽ ആവശ്യത്തിന്, പക്ഷേ അയാൾ വിയർക്കില്ല. അയാൾക്ക് വല്ലാതെ ഈ നീരുവീഴ്ച എന്ന് പറയില്ല, ശരീരവേദന, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ അയാളന്ന്
കോഴിക്കോട് കൊള്ളാവുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. 92-ലാണ് കൊണ്ടുപോയി. കരിയാഴ്സ് ആയിരുന്നില്ല, വേറൊരു ഔഷധമായിരുന്നു. ആ പ്രശ്നം അയാളുടെ മാറിപ്പോയി. അസുഖം മാറിക്കഴിഞ്ഞ അയാൾ എന്നോട് പറഞ്ഞാണ്, എൻ്റെ ജീവൻ തന്നെ മാറിപ്പോയി, ഇത്തിരി പ്രശ്നമാണ് അയാൾക്ക്. ദ കംപ്ലൈൻസ് ഓഫ് ദിസ് റെമഡി ആർ ഓഫൺ അസോസിയേറ്റഡ് വിത്ത് ദ ഇറപ്ഷൻസ്. അപ്പോൾ ഈ ഔഷധത്തിൻ്റെ കാലിയാഴ്സിൻ്റെ പല പ്രശ്നങ്ങളും ഈ തൊലിയിലുള്ള ഇറപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇറ്റ് ഹാസ് മോയിസ്റ്റ് ആൻഡ് ഡ്രൈ ഇറപ്ഷൻസ്, ബ്ലിസ്റ്റേഴ്സ് ആൻഡ് ബ്ലഡി ഇറപ്ഷൻസ്. ദി ഇറപ്ഷൻസ് ബേൺ. എല്ലാത്തൊരു ഇറപ്ഷൻസ് ഉണ്ട്. രക്തം വാറുന്ന തരത്തിൽ, വെള്ളം വരുന്ന തരത്തിൽ, പൊള്ളുന്ന തരത്തിലുള്ളത്. ഇറപ്ഷൻസ് ദാറ്റ് ആർ ഫൊർഫറേഷ്യസ് ആൻഡ് പൗഡറി, മീലി, ചെതമ്പർ പോലെയുള്ള പൊടി പോലെ, ചൊറിയുമ്പോഴൊക്കെ പൊടി പോലെ വരുന്ന തരത്തിലുള്ള, തവിടൊക്കെ പോലുള്ള അത്തരം ഇറപ്ഷൻസ് ഉണ്ട്. ഇറ്റ് ഹസ് ക്യൂർഡ് എക്സീമ മെനി ടൈംസ്. എക്സീമയെ ഇത് പലപ്പോഴും ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇച്ചിങ്, സ്കെയിലി ഹെർപ്പസ്, ചെതമ്പർ പോലുള്ള അവസ്ഥകൾ. നമ്മൾ നിരവധി ഔഷധങ്ങളിൽ ഈ എക്സീമ, ഹെർപ്പസ്, സ്കെയിലി ഇറപ്ഷൻസ്, ബ്രാൻഡ് ലൈക്ക് എന്നൊക്കെ നിരവധി നമ്മൾ കാണും. പക്ഷെ ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ മാറാരോഗങ്ങളായിട്ട് പരിഗണിച്ച് ഒരുപാട് പണച്ചെലവ് ചെയ്ത് പല ചികിത്സകൾ ചെയ്ത് അത് ചിലപ്പോൾ സപ്രസ്ഡ് ആവും, ചിലപ്പോൾ ആവില്ല, ചിലപ്പോൾ സപ്രസ്ഡായി മറ്റു മാരക പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ളതൊക്കെ വളരെ നിസ്സാര രീതിയിൽ മാറ്റിക്കളയാവുന്നതാണ്, രോഗിയുടെ സഹകരണം, ബന്ധുക്കളുടെ സഹകരണം ഉണ്ടെങ്കിൽ. അപ്പം അതിന് തക്ക ബോധവൽക്കരണം നമ്മൾ നടത്തണം. ദി ഇറപ്ഷൻസ് ഇച്ച് ആൻഡ് ബേൺ വയലൻ്റ്ലി. ദേ ആർ പെയിൻഫുൾ ആൻഡ് സ്പ്രെഡ് റാപ്പിഡ്ലി. അപ്പോൾ ഇറപ്ഷൻസ് പെട്ടെന്ന് വളരെ വേഗം പടരും. അത് പൊള്ളലുണ്ട്, ചൊറിച്ചിലുണ്ട്, വേദനയുണ്ട്. ഓഫൻ ടേൺസ് ഇൻ ടു ഫഗാഡമിക് അൾസേഴ്സ്. പെട്ടെന്ന് ഇങ്ങനെ പരന്ന്, വേഗം പരന്ന് വ്രണങ്ങളായി മാംസമൊക്കെ ദ്രവിച്ചു പോകുന്ന തരത്തിലുള്ള ഇറപ്ഷൻസും വരാം. സോറിയാസിസ് മസ്റ്റ് സ്ക്രാച്ച് അണ്ടിൽ മോയിസ്റ്റ്. സോറിയാസിസ് ചൊറിഞ്ഞ് സാധനം വെള്ളം വരും. പസ്റ്റ്യൂൾസ്, റാഷ്, സ്കാബി, സ്കെയിലി ഇറപ്ഷൻസ്, സ്റ്റിങ്ങിങ് ഇൻ ദ സ്കിൻ ആഫ്റ്റർ സ്ക്രാച്ചിങ്, നോഡുലർ ഉർട്ടിക്കേറിയ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോഡുലർ ഉർട്ടിക്കേറിയ, ഇങ്ങനെ കല്ലിപ്പ് പോലെ തിണർപ്പ് വന്നിട്ട് കല്ലിച്ച പോലെ വരുന്നൊരവസ്ഥ. വെസൈക്കുലർ ഇറപ്ഷൻസ്, വെസൈക്കിൾസ് കം ആഫ്റ്റർ സ്ക്രാച്ചിങ്. അത് ഞാൻ പറയുന്നത് തൊലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല എന്ന് പറയാൻ കാരണം. ഇറ്റ് ക്യൂയേഴ്സ് എർസിപ്പിലാസ് വെൻ ദ സിംറ്റംസ് എഗ്രി. ചുവന്ന തിണർപ്പുകൾ ഒക്കെ ശരീരം മുഴുവൻ വന്നിട്ട് ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന അവസരം ഉണ്ടാവും. ഇതൊക്കെ ലക്ഷങ്ങൾ യോജിക്കുകയാണെങ്കിൽ കാലിയാഴ്സ് അതിന് സുഖപ്പെടുത്തും. ഇച്ചിങ് ഈവൻ അൺഡ്രസ്സിങ്. നമ്മൾ വസ്ത്രം മാറുമ്പോൾ പോലും ചൊറിച്ചിൽ. ആൻഡ് വെൻ വാം ഇൻ ബെഡ്. കിടക്കയിൽ കിടന്നിട്ട് ശരീരം ചൂടാകുമ്പോൾ ചൊറിച്ചിൽ വരും. ഇച്ചിങ്, ബേണിങ്, ക്രോളിങ് ആൻഡ് സ്റ്റിങ്ങിങ്. സെൻസിറ്റീവ് സ്കിൻ, സോർ ടു ടച്ച്, സ്റ്റിക്കിങ് ആഫ്റ്റർ സ്കാച്ചിങ്. എല്ലാത്തരം പ്രശ്നം കൊണ്ട് ചൊറിഞ്ഞ ശേഷം അതിൽ വെള്ളം വന്നിട്ട് വസ്ത്രമൊക്കെ ഒട്ടിപ്പോകും. പിന്നെ വസ്ത്രം മാറുമ്പോൾ വലിയ പ്രയാസമായിരിക്കും. ഡ്രോപ്സിക്കൽ സ്വെല്ലിങ്സ് ബേൺ. ശരീരത്തിൽ നീരുകെട്ടി വീർത്ത ഭാഗങ്ങളിലൊക്കെ പൊള്ളൽ. പെയിൻ ദ സ്കിൻ ആസ് ഇഫ് ആൻ അൾസർ വെർ ഫോമിങ്. ഒരു വ്രണം വരികയാണോ, ഒരു പഴുപ്പ് വരികയാണോ എന്ന് തോന്നുന്ന തരത്തിൽ തൊലിയിൽ വേദന. അൾസേഴ്സ്, ബ്ലീഡിങ്, ബേണിങ്, ഇൻഡോളൻ, ഫഗാഡനിക്, സൗപ്പറേറ്റിംഗ് വിത്ത് ഇക്കോറസ്, ബ്ലഡി ഡിസ്ചാർജസ് ആൻഡ് ടേൺഡ് അപ്പ് എഡ്ജസ്. എല്ലാ തരത്തിലും ദുർഗന്ധമുള്ള, വെള്ളം വരുന്ന, പൊള്ളുന്ന, സ്കെയിലി ആയിട്ടുള്ളത്, വീർത്ത് കെട്ടി വരുന്നത്, പഴുപ്പുണ്ടാകുന്നത്, ചോര ഒലിക്കുന്ന എല്ലാ തരത്തിലുള്ള വ്രണങ്ങളും തൊലിയിലുണ്ടാകും. വാട്സ് ഗ്രോ ഈസിലി. അരിമ്പാറകൾ വേഗം വളർന്നു വരുന്നു. നോക്കുക എന്തുമാത്രം അടിമുടി ലക്ഷണങ്ങളുടെ സമൃദ്ധിയാണ് കാലിയാഴ്സിൽ നമ്മൾ കണ്ടത്. ശ്രദ്ധാപൂർവം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജനറൽ കണ്ടീഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷനൊക്കെ ശരിയായി മനസ്സിലാക്കി പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ സുഖപ്പെടുത്താൻ ഈ ഔഷധം കൊണ്ട് സാധിക്കും. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രയോഗിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാലി കാർബോണിക്കം എന്ന അധ്യായം ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.